ഇദാ നാമ അഖദ നഫ്സഹു, അവൻ ഉറങ്ങാൻ കിടന്നാൽ അവന്റെ റൂഹിനെ പിടിക്കുന്നു. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഇദാ നാമ അഖദ നഫ്സഹു, അവന്റെ റൂഹിനെ പിടിക്കും. فإن أذن الله في قبض روحه قبضه. രാത്രിയിൽ ഉറക്കത്തിൽ അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്, മലക്കുൽ മൗത്ത് ആ ഉറക്കത്തിൽ തന്നെ അവന്റെ റൂഹിനെ പിടിച്ചോ എന്ന് അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ ഖബളഹു, ആ ഉറക്കിൽ തന്നെ അവന്റെ റൂഹിനെ പിടിക്കുമത്രേ. വഇല്ലാ രാത്രി അങ്ങനെ അല്ലാഹുവിന്റെ തീരുമാനം വന്നില്ല എങ്കിൽ ആ റൂഹ് അവനിലേക്ക് മടക്കപ്പെടുമത്രേ. രാത്രി അതാണ് സൈലന്റ് അറ്റാക്ക്. സൈലന്റ് അറ്റാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഉളുവെടുത്തിട്ട് കിടക്കണേ, ദുആ ചെയ്തിട്ട് കിടക്കണേ. അല്ലാഹുവേ, എന്റെ റൂഹിനെ നീ രാത്രി പിടിച്ചാൽ നീ കരുണ ചെയ്തവരുടെ കൂട്ടത്തിൽ, മർഹൂമീങ്ങളുടെ കൂട്ടത്തിൽ ഈ റൂഹിനെ നീ ഇല്ലിയൂരിൽ എത്തിക്കണമേ. ആര്യമായി ദുആ ചെയ്തിട്ട് കിടക്കണം, ഉളുവെടുത്തിട്ട് കിടക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എത്ര നല്ല നല്ല കാര്യങ്ങൾ വചനങ്ങൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ചിരുന്നത്. മരിക്കാൻ നമ്മളൊരു മരണത്തിലേക്കാണല്ലോ പോകുന്നത്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, നേരം വെളുക്കുമ്പോ നമ്മൾ അറിയുന്നു മീൻ ലോറി വണ്ടി ഇടിച്ചു കിടക്കുന്നു, പോസ്റ്റ് ഇടിച്ച് തകർത്തു, കറണ്ട് മൊത്തം പോയി, ഒന്നും അറിയുന്നില്ല. രാത്രി 12 മണി സംഭവിച്ചു, 2 മണിക്ക് സംഭവിച്ചു. നമ്മൾ അറിയുന്ന എപ്പോഴാ? രാവിലെ. പിന്നെ ചിലപ്പോ അറിയും, ഫാന് നിൽക്കുമ്പോ അറിയും, AC ഓഫ് ആകുമ്പോ അറിയും, കൊതുക് അടിക്കുമ്പോ അറിയും. അതുവരെയ്ക്കും ഒന്നും അറിയുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. കള്ളം കയറിയപ്പോലും നമ്മൾ അറിയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഓരോ മനുഷ്യൻ മരിക്കുമ്പോ അവനോടൊപ്പം ഒരു മലക്കുണ്ടാകും. ആ മലക്ക് അവന്റെ റൂഹിനെ പിടിക്കുകയാ. അള്ളാന്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രം അത് പരിപൂർണമായി പിടിക്കുന്നു. അള്ളാന്റെ തീരുമാനമില്ല, ഒരു കുറച്ച് ദിവസത്തേക്ക് കൂടി ഞാൻ ആ റൂഹിന് ആയുസ് നൽകിയിട്ടുണ്ട് എന്ന് മലക്കുകളോട് പറഞ്ഞാൽ അവരിലേക്ക് തിരിച്ചു കൊടുക്കും. ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ എപ്പോഴാ മരിക്കാന്നറിയില്ല. ഈ മരിക്കുന്ന സമയം റാഹത്തായിട്ട് മരിക്കണം. ആ നല്ല അവസ്ഥയിൽ മരിക്കുമ്പോഴാണ് നമ്മുടെ റൂഹിനെ പൊതിഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്ത് മുഖത്തേക്ക് പോകും. അപ്പൊ ഇത് മരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവലാണ് ഓരോ മുഅ്മിനിന്റെ അവസ്ഥ. യന്തദറുൽ ഇഫ്റാജ്, ലോകത്ത് ദുനിയാവിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ആഗ്രഹം. ജയിൽ പുള്ളിയെ അപേക്ഷിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. യന്തദറുൽ ഇഫ്റാജ്, എപ്പോഴെങ്കിലും എനിക്ക് പെട്ടെന്ന് ഇപ്പൊ പോകാം, എനിക്ക് ഇന്ന് ജാമ്യം കിട്ടും, നാളെ ജാമ്യം കിട്ടും, ഇന്ന് ജാമ്യം കിട്ടും, നാളെ ജാമ്യം കിട്ടും, ഈ ചിന്തയാണ്. മൂന്നാമത് അൽ ഖനാഅതു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. വിശ്വാസികളെ അപേക്ഷിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ജയിൽ പുള്ളികളെ അപേക്ഷിച്ചിടത്തോളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവക്കാരനാണ് ജയിലിൽ കിടക്കുന്നവർ. അലാമത് അനുസരണശീലമുള്ളവരായിരിക്കണം, അനുസരണ ബോധമുള്ളവരായിരിക്കണം, അനുസരണയുള്ളവരായിരിക്കണം വിശ്വാസികൾ. ജയിൽ പുള്ളികളെ അപേക്ഷിച്ചിടത്തോളം ജയിൽ സൂപ്രണ്ടിനെ അനുസരിച്ചേ മതിയാവൂ. ജയിൽ വാർഡനെ അനുസരിക്കണം, ജയിൽ സൂപ്രണ്ടിനെ അനുസരിക്കണം. ഇത് ജയിലിൽ കിടക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളുടെ ജയിലാണ് ദുനിയാവ്. അല്ല, നമ്മളിപ്പോ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ വാദം കേൾക്കാൻ ഇപ്പൊ ഇത്ര ആയിരങ്ങൾ ഇവിടെ ഒരുമിച്ച് വിടാൻ പറ്റുമോ? ഇപ്പൊ ഒരുമിച്ച് വിടാൻ പറ്റുമോ? നമുക്ക് ഇത്ര സ്വാതന്ത്ര്യം അല്ലാഹു തന്നില്ലേ? പക്ഷെ ഈ സ്വാതന്ത്ര്യം എന്താ? ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം. ഇതാണ് ജയിലിൽ പറയാനുള്ള കാരണം. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ മരിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിരിക്കുക. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറെ നന്മകളൊക്കെ ചെയ്തോ. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബൽ അൻ യഅതിയ യൗമുൻ ലാ ബൈഅ വലാ ഖുല്ലതു വലാ ശഫാഅ والكافرون هم الظالمون. 3 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്, 3 പേരുടെ ഗുണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കുറെയൊക്കെ നിങ്ങൾ ചെയ്തു.
അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവ് ചെയ്തോ, നിങ്ങൾ നന്മ ചെയ്തോ, നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു, ആഖിറത്തിന് വേണ്ടി കൂട്ട്. ഒരു ദിവസത്തേക്ക് വേണ്ടി ലാ ബൈഉൻ, അന്നവിടെ കച്ചവടം വിജയിക്കുകയില്ല. വലാ ഖുല്ലത്തുൻ, ഒരു സുഹൃത്തും നമ്മളെ അവിടെ സഹായിക്കുകയില്ല. വലാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും അവിടെ സ്വീകരിക്കുകയില്ല. ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്തു കൂട്ടണമേ, അല്ലാഹുവിന് വേണ്ടി നിങ്ങളുടെ നന്മകൾ വാരിക്കോരി കൂട്ടണമേ. നാളെ ആഖിറത്തിന്റെ മീസാനിൽ നിങ്ങളുടെ തുലാ സദീകരിപ്പിക്കണമേ. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു. നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി വിചാരണ ചെയ്യുക. സ്വന്തമായി വിചാരണ. നിങ്ങളെ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി തൂക്കിക്കൊള്ളുക. ഫഇന്നഹു അഖഫു അലൈക്കും ഇൻദ യൗമിൽ ഖിയാമ. നാളെ ആഖിറത്തിൽ നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കുന്ന ദിവസത്തിൽ, നിങ്ങളെ വിചാരണ ചെയ്യുന്ന ദിവസത്തിൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും ഇന്ന് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യൽ. അത് ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ വിചാരണ ചെയ്യണം സ്വന്തമായി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ വയസ്സ് ഇത്രയായി, ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു, എന്തൊക്കെ തിന്മകൾ ചെയ്തു. ഓരോരുത്തരും ചിന്തിച്ചോളൂ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കൂടുതൽ അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. തൗബ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇനിയെങ്കിലും ഇത്ര നാള് നമ്മൾ ഒരു പക്ഷേ നമ്മള് അറിയാതെയൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു പോയവരായിരിക്കാം, ഇല്ലാത്ത കോപ്രായങ്ങളിലൊക്കെ വീണ് പോയവരായിരിക്കാം. ഒക്കെ പോട്ടെ, പ്രശ്നമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞാൽ അള്ളാഹു മാപ്പ് ചെയ്തു തരും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ല യുബ്സിതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകൽ സമയങ്ങളിൽ തെറ്റ് ചെയ്തവന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ അള്ളാഹു പാതിരാ സമയത്ത് തൗബയുടെ വാതിലും തുറന്നിട്ട് അവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ പൊട്ടിക്കരേണ്ട മുന്നിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരാം. ഇന്നല്ലാഹ യുബ്സിതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുന്നതിന് വേണ്ടി പകലിന്റെ സമയങ്ങളിൽ അള്ളാഹു അവന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് തന്റെ അടിമകളുടെ കണ്ണുനീര് പ്രതീക്ഷിക്കുകയാണ്. റബ്ബിന്റെ കോടതിയിലേക്ക് വിളിച്ചു പറ, റബ്ബിന്റെ കോടതിയിലേക്ക് പൊട്ടിക്കര. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പ് ചെയ്തു തരും. അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. പഠിച്ചവരെ നമ്മുടെ പാപങ്ങളെ മാപ്പാക്കണം റബ്ബേ. പുണ്യമായ ഈ സന്ദർഭത്തിൽ ഒരു 2 മിനിറ്റ് ദ്വാരക്കും. കാരണം നമ്മൾ എത്രയോ കേട്ടു, എത്രയോ തെറ്റുകൾ ചെയ്തവരാ. ഈ പറയുന്ന ഞാനായാലും നിങ്ങളായാലും സഹോദരിമാരായാലും എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ്. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കട്ടെ. മാപ്പാക്കട്ടെ. നല്ല നിയ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് ബക്കറ്റ്